അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് വന്നതിന് ശേഷം സൗദിയുടെ മനസ്സ് വല്ലാത്ത വിഷമത്തിലായിരുന്നു. എന്നാൽ ഹഫ്സ സമാധാനിപ്പിച്ചു. മോളെ സൗദ, മോള് വിഷമിക്കണ്ട, എല്ലാം പഠിച്ചവന് വിധിയല്ലേ, എന്താപ്പ ചെയ്യാ. ഇൻഷാ അല്ലാ അനക്ക് കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാനുള്ള വിദ്യയൊക്കെ പഠിച്ച റബ്ബ് തരട്ടെ. എന്തായാലും ഉമ്മ വിഷമ പറഞ്ഞല്ലോ ആ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കാനൊക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം. എന്നാൽ അതാ സൗദ പറയുന്നു, ഉമ്മ എനിക്ക് ആ വീട്ടിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല, എനിക്ക് പേടിയാണ്. ഉമ്മ എങ്ങാനും വന്നാൽ ഇല്ല മോളെ, അതിനുള്ള പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെ കൊണ്ടുപോകുള്ളൂ, അതായിരിക്കും നല്ലത്. പിന്നെ ആ വലിയ പുത്തൻ വീട് തറവാട്ടിൽ നിന്ന് നീ ഈ ചെറിയ വീട്ടിലേക്ക് വന്നപ്പോഴേ നിനക്കൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും മോളെ. നിനക്കും കുഞ്ഞിനൊക്കെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം പഠിച്ച റബ്ബ് തരട്ടെ. ശരിക്കും ഹഫ്സയുടെ വാക്കുകൾ കേട്ടപ്പോൾ അതാ സൗദ കരയുകയായിരുന്നു. എന്താ മോളെ, നിനക്ക് നല്ല ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല, എന്നെക്കാളും കുഞ്ഞിനെ നോക്കാൻ കഴിയൽ അത് അവിടുത്തുകാർക്ക് തന്നെ ആയിരിക്കും. പക്ഷെ എന്തൊക്കെയോ കുറ്റബോധം തോന്നുകയാണ്. ഞാൻ പുത്തൻ വീട് തറവാട്ടുകാരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് അകപ്പാട് ടെൻഷൻ തോന്നുകയാണ്. സാരല്ല മോളെ, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ മോളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. പിന്നെ മോൾക്ക് കിട്ടിയത് നല്ലൊരു ഭാഗ്യമാണ്, അതായത് ആർക്കും കിട്ടാത്ത ഭാഗ്യം. അതായത് ആയുഷ്മാൻ എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സ്ത്രീയാണ്. അവർക്കെന്ന് വെച്ചാൽ ഒരാളോടും ദേഷ്യം പകയും ഒന്നുമില്ല. അവരുടെ മനസ്സ് കണ്ടില്ല, അവരുടെ മനസ്സ് പോലെ തന്നെയാണ് പഠിച്ചവനെ അവരെ ആക്കിയിരിക്കുന്നത്. പിന്നെ മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. മോൾക്ക് കിട്ടിയ സൗഭാഗ്യം നീ ഒരിക്കലും തള്ളിക്കളയരുത്. നവാസ് എന്ന് പറഞ്ഞാലും മോൾക്ക് കിട്ടിയ സൗഭാഗ്യം തന്നെയാണ്. അതായത് എന്താ, അതെ, ആയുഷമ്മയുടെ മോനാണ് നവാസ്. അതുകൊണ്ട് നീ ഒരിക്കൽ പോലും അവരെ ഒന്നും തള്ളി പറയരുത്. സ്വന്തം ഭർത്താവ് ഇനിയിപ്പോൾ എത്രയൊക്കെ തന്നെ മോശക്കാരനാണെങ്കിലും കൂടിയിട്ട് നമ്മൾ ഒരിക്കലും അവരെ വേദനിപ്പിക്കരുത്, വിഷമിപ്പിക്കരുത്. നവാസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നല്ല മനുഷ്യനല്ലേ, ഒരു ചീത്ത കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ പഠിച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ആളാണ് നവാസ് എന്നൊക്കെ പറഞ്ഞാൽ. നല്ല മനുഷ്യത്തുള്ള ആളുകളാണ്. അപ്പം നമ്മൾ അതിനനുസരിച്ച് നിൽക്കുകയാണ് വേണ്ടത് മോളെ. ഒരിക്കൽ പോലും ഉമ്മ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തേ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അവരെ തള്ളിപ്പറയാനും ചീത്ത പറയാനും പാടില്ല. ഭർത്താക്കന്മാർക്ക് നമ്മൾ എപ്പോഴും ലീഡർ സ്ഥാനം കൊടുക്കണം. നമ്മോട് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു പറഞ്ഞ കാര്യം, അതായത് അതെ, ഈ ദുനിയാവിൽ ആർക്കെങ്കിലും നമ്മൾ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ നീ നിൻ്റെ ഭർത്താവിന് സുജൂദ് ചെയ്യണമെന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ കാര്യങ്ങളുടെയൊക്കെ ഒരു ഇത്. അവരെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെ ഞാൻ മോളോട് ഒന്നും ഉണ്ടായിട്ട് പറയല്ല, ഇവിടെ നിൽക്കണോണ്ടും ഉണ്ടായിട്ട് പറയല്ല. നിനക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഉണ്ടാക്കിത്തരും, ഞാൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. മോളെ, എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാലേ, നമ്മളെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കണം. പലരും നമ്മളെ ഭർത്താക്കന്മാരെ താഴ്ത്തി കെട്ടിയൊക്കെ പറയും. സ്വന്തം പെറ്റുമ്മ പോലും പറയും അവൻ അങ്ങനത്തോനും ഇങ്ങനത്തോനും. പക്ഷേ നമുക്ക് അള്ളാഹു നൽകിയ ഇണകളാണ്. നമ്മളവരെ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവർക്ക് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കണം. അവർ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നവാസിനെയൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് വെച്ചാൽ അവർ നല്ല രീതിയിൽ നല്ല അച്ചടക്കമുള്ള മക്കളൊക്കെ തന്നെയാണ് അല്ലേ. കാണുമ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ. നവാസായാലും ഷമ്മാസായാലും നല്ലൊരു ബഹുമാനം, എല്ലാവരോടും ഒരു ആദരവും ഒരു വേണ്ടാത്തൊരൊന്നും അവർക്കില്ലല്ലോ. നിനക്ക് കിട്ടിയ ഭാഗ്യം നീ ഒരിക്കലും തള്ളിക്കളയരുത്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും എന്താ ചെയ്യുക, അങ്ങനെയൊക്കെ ആയി തീർന്നില്ലേ. അപ്പോൾ നീ നല്ലൊരു ജീവിതം നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ നവാസിൻ്റെ കൂടെ കഴിയണം. നവാസ് ഒരു പക്ഷേ ഗൾഫിലേക്ക് പോകുമായിരിക്കും, ആയിക്കോട്ടെ. എന്നാലും നിങ്ങൾ അങ്ങോട്ടും വിളിക്കലും വർത്താനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ജീവിതം നിങ്ങൾ പങ്കുവെക്കണം. പിന്നെ ഫസീലത്താന്ന് വെച്ചാൽ പിന്നെ മൂപ്പര ആദ്യ ഭാര്യയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവരവരുടെ ജീവിതം അങ്ങനെ കഴിച്ചു പോകുന്നു. എങ്കിലും അവർക്ക് നിന്നോട് സ്നേഹമല്ലേ? സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം കേട്ടോ മോളെ. ഞാൻ നിന്നോട് സ്നേഹം കൊണ്ട് പറയാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അള്ളാഹു നൽകിയ ഭാഗ്യമാണ്, അതൊരിക്കലും തട്ടിത്തെറിപ്പിക്കരുത്. അവരെ കേസിൽ കുടുക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ആക്കിയിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സുഖം ഉണ്ടാവില്ല. ഭർത്താക്കന്മാരെ നമ്മൾ ബഹുമാനിക്കണം. പിന്നെ മോളെ, ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞു തരാം. അതായത് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, അവളുടെ പേര് റംന എന്നായിരുന്നു. ഈ റംന എന്ന പേരുള്ള പെണ്ണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവരുടെ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് അവൾക്ക് ചില ആളുകളുണ്ടല്ലോ നല്ല പണവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭർത്താവിനെ വേണ്ടാത്ത രീതിയിൽ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ റംനയ്ക്ക് കല്യാണം കഴിയുമ്പോഴൊക്കെ പാവമായിരുന്നു. 2-3 മക്കൾ പ്രസവിച്ചു, കാര്യങ്ങളെല്ലാം നല്ല റാഹത്തോടു കൂടി കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഇവൾ പഠിച്ചിട്ട് അവൾക്കൊരു നല്ല ജോലിയൊക്കെ കിട്ടി.
നല്ല ജോലിയൊക്കെ കിട്ടിയപ്പോൾ ഇവന് തീരെ ശമ്പളം കുറവ്, ഇവൾക്കാണെങ്കിൽ കാരണം പഠിപ്പിച്ചത് ഇവനാണ്, അത് അവൾ മറക്കുന്നു. കാരണം ഇവന് ജോലി കുറവും ജോലിയിൽ ശമ്പളം കുറവൊക്കെ ഉള്ള ആളാണ്. പക്ഷേ പിന്നീട് എന്തായി, ഇവൾ നല്ല പണക്കാരിയൊക്കെ ആയി ഗൾഫിലേക്ക് പോകേണ്ട അവസ്ഥയും കാര്യങ്ങളൊക്കെ വന്നു. പാവപ്പെട്ട ഈ ഭർത്താവ് 3 മക്കളെയും കൊണ്ട് അവിടെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ്. ഒരുപാട് പറഞ്ഞു, മോളെ നീ ജോലിക്ക് പോകണ്ട, നമുക്ക് ഇവിടെ ഉള്ളത് കൊണ്ട് കഴിയാം. എന്താ നീ എന്തിനാ ജോലിക്ക് പോകുന്നു? ഇക്ക അതെ, ഞാൻ നല്ല പഠിപ്പാണ് പഠിച്ചത്, പിന്നെ ഇവിടെ നീ കുറഞ്ഞ ശമ്പളമേ കിട്ടുള്ളൂ, അവിടെ ആകുമ്പോൾ എനിക്ക് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കുക, അവിടെ പോയാൽ നല്ല പൈസ കിട്ടും, അതുകൊണ്ട് എനിക്ക് അവിടെ പോയേ തീരൂ. ഇവിടുത്തെ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ, എന്നാലും ഞാനുണ്ടല്ലോ ഇവിടെ അധ്വാനിക്കാൻ, ഇവിടെ നീ ജോലിക്ക് പോകണമെങ്കിൽ പോയിക്കോ, പക്ഷെ വിദേശത്തേക്ക് നീ പോകണ്ട, എനിക്കത് സഹിക്കാൻ കഴിയില്ല, ഞാനും മക്കളും ഇവിടെ തനിച്ച്. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് പോയേ തീരൂ, അതല്ലെങ്കിലേ ഞാൻ വിചാരിച്ച രീതിയിലുള്ള ജീവിതമൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ക്യാഷ് കൊണ്ടുവന്ന് തരി. എനിക്ക് അത്യാവശ്യം എൻ്റെ അക്കൗണ്ടിൽ നല്ല ക്യാഷ് വേണം, അത് തരി, എന്നാൽ ഞാൻ പോവില്ല. ശരിക്കും ഭാര്യയുടെ ആ ഒരു കടും വാശി. എന്നാൽ ഭർത്താവ് കരഞ്ഞു പറഞ്ഞു, മോളെ നീ പോകണ്ട, നീ പോയി കഴിഞ്ഞാൽ പ്രയാസമായിരിക്കും, നിനക്ക് ഒറ്റയ്ക്ക് അവിടെ അറിയാത്ത പരിചയമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലും വിസ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചാടിക്കയറി പോകണ്ട, നീ ഒരിക്കലും അങ്ങനെ പോകല്ലേ എന്ന് ഇദ്ദേഹം കരഞ്ഞു പറഞ്ഞു. പക്ഷെ അവൾ അതൊന്നും വകവെച്ചില്ല. അവൾ ആ മക്കളെ അയാളുടെ അടുത്തേക്കായിട്ട് അവൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഗൾഫത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി. എന്നാൽ അവളെ വിസക്ക് കൊണ്ടുപോയിരുന്നത് ഒരു കാട്ടറബിയുടെ വീട്ടിലേക്കായിരുന്നു. അതായത് അവിടെ എന്തോ കാര്യങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ജോലി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയത്, പക്ഷേ വളരെയധികം വിഷമകരമായ ജോലിക്കായിരുന്നു. അതുമാത്രമല്ല, അവൾക്ക് അവിടുത്തെ ആ ജോലി എന്നതിലുപരി ആ ഒരു അറബിയുടെ ഒരു ഭാര്യയുടെ സ്ഥാനത്തും അവൾക്ക് നിൽക്കേണ്ട അവസ്ഥ വന്നു. ഒടുവിൽ കരഞ്ഞ് വിളിച്ച് പറഞ്ഞ് ഭർത്താവിനോട് പറയാണ്, എനിക്ക് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വന്നാൽ മതി, എനിക്കിവിടെ നിൽക്കാൻ കഴിയുന്നില്ല, ഇവരെല്ലാവരും എന്നെ പിച്ച് ചീന്തുകയാണെന്ന് പറഞ്ഞിട്ട്. കാരണം ആ ഭർത്താവ് പറഞ്ഞ് അനുസരിക്കാതെയാണ് അവൾ കയറിപ്പോയത്. അപ്പോൾ ലാസ്റ്റ് എന്തായി, അങ്ങനെയുള്ളൊരവസ്ഥയിലെത്തി. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മൾ പണം ഉണ്ടെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് പണം കിട്ടുമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ പണം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ആയെന്ന് വിചാരിച്ചിട്ടോ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. എപ്പോഴും ഭർത്താവ് തന്നെയാണ്. ഭർത്താവ് എന്ന് വെച്ചാൽ നമ്മൾ നിക്കാഹ് കഴിച്ച പുരുഷനാണ്. നമ്മൾ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ അവരെ താഴ്ത്തി കെട്ടാനും പാടില്ല, അവരെ മോശമായി ചിത്രീകരിക്കാനും പാടില്ല. എപ്പോഴും അവർക്കൊരു ലീഡർ സ്ഥാനം കൊടുക്കണം. അങ്ങനെയുള്ളവർക്ക് വിജയമേ ഉണ്ടായിട്ടുള്ളൂ, അല്ലാത്തവർക്ക് എപ്പോഴും പ്രയാസമായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ അവളുടെ അവസ്ഥ, അതുപോലെ തന്നെയാണ് വരിക. അതുകൊണ്ട് സൗദ, ഞാൻ മോളോട് ഉപദേശിക്കുക എന്ന് വിചാരിക്കരുത്, ഞാൻ എൻ്റെ മോളെപ്പോലെ നിന്നെ കരുതുകയാണ്. അതായത് എനിക്ക് എൻ്റെ മക്കളെ പോലെ തന്നെയല്ല നീയും, അത് എൻ്റെ ഭർത്താവിൻ്റെ മോളാണ്, നീ എൻ്റെ മോളാണ്. അതുകൊണ്ട് മോളെ നവാസ്ഖാൻ ഒരിക്കലും വിഷമിപ്പിക്കരുത്. അതുപോലെ കുഞ്ഞിനെയും നീ നല്ല രീതിയിൽ ഏറ്റെടുത്ത് നീ അതിന് നല്ല രീതിയിൽ അതിനെ സന്തോഷിപ്പിച്ച് നീ നല്ലൊരു കുടുംബജീവിതം നയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മോളെ. പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഒരിക്കലും നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കാനോ അങ്ങനെ ഒന്നും വിചാരിക്കല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നീയും നിൻ്റെ ഭർത്താവും കുഞ്ഞൊക്കെ സുഖസുന്ദരമായി ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പോലും ആ വലിയ വീട്ടിലേക്ക് പോകുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനും മക്കളും ഇവിടെ കഴിഞ്ഞോളാം, നിങ്ങളവിടെ കഴിഞ്ഞോളൂ, നിങ്ങൾ സുഖസുന്ദരമായി കഴിയുന്നതാണ് എനിക്കിഷ്ടം. ഉമ്മ അങ്ങനെയൊന്നുമല്ല, എനിക്കറിയില്ല എൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയാണ് കയറി കൂടിയിരിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. പുത്തൻ വീട് തറവാട്ടിൽ പോയാൽ എനിക്ക് നിൽക്കാൻ കഴിയൂല, എനിക്കറിയുന്നില്ല, ഇനിയിപ്പോൾ അങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എൻ്റേത്. ഞാൻ എന്ത് ചെയ്യാം? ശരിക്കും അതാ അഫ്സക്ക് തോന്നി, മോളെ ഒരു കൗൺസിലിംഗ് ചെയ്താൽ കുറേയൊക്കെ ശരിയാകുമായിരിക്കും. കാരണം അവൾക്ക് ഭർത്താവുണ്ട്, കുഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കിടന്ന് കളിക്കുന്നുണ്ട് ഓൾഡ്. മോളെ സാരമില്ല, ഇൻഷാ അല്ലാ മോളുടെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട്. മോളെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം, പിന്നെ നിൻ്റെ മനസ്സൊക്കെ ഒന്ന് ക്ലിയർ ആകാനും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാനും ഞാനൊരു വാക്ക് പറഞ്ഞു തരാം. എന്താ ഉമ്മ? അതായത് നമ്മൾ എന്ത് പഠിച്ചവനോട് പറഞ്ഞാലും പഠിച്ചവൻ നമ്മളോട് സ്വീകരിക്കുമെന്നാണല്ലോ നമ്മൾ ചോദിച്ചത്. അപ്പോൾ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അതായത് എന്താണെന്ന് വെച്ചാൽ, നീ നാളെ മുതൽ ഇൻഷാ അല്ലാ 4 മണിക്ക് ഞാൻ വേണമെങ്കിൽ മോളെ വിളിക്കാം. 4 മണിക്ക് ഞാൻ എന്നും ഉണരാറുണ്ട്. ആ സമയത്ത് എണീറ്റ് മോള് ഒന്ന് ഉളൂഹ് ചെയ്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം, തഹജ്ജുദ്. എന്നിട്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, പഠിച്ചവൻ എൻ്റെ മനസ്സിലത്തെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ നീക്കിക്കൊണ്ടല്ല,
എനിക്ക് എൻ്റെ മനസ്സിൻ്റെ ഒരുപാട് വിഷമങ്ങൾ ഞാൻ നേരിടുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെയും എൻ്റെ കുഞ്ഞിനെയൊക്കെ എൻ്റെ കൂടെ ഒരുമിപ്പിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം നീ കൊണ്ടല്ല എന്ന് പറഞ്ഞിട്ട് നീ പടച്ച റബ്ബിനോട് നല്ല രീതിയിൽ ദുആ ചെയ്ത് നോക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് അതിൻ്റെ ഉത്തരം കാണിച്ചു തരും. എന്താ മോൾക്ക് സമ്മതമാണെങ്കിൽ മാത്രം കേട്ടോ, അല്ലാതെ ഒരിക്കലും ഞാൻ നിൻ്റെ ഉറക്കം ഉണർത്തൂല. ഈ മക്കളൊക്കെ നേരത്തെ എഴുന്നേൽക്കില്ല, അവർ പിന്നെ 5 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കാറുള്ളത്. മോളെ ഞാൻ വേണമെങ്കിൽ നേരത്തെ അങ്ങനെ വിളിക്കാം. അങ്ങനെ ആ സമയത്തുള്ള ദുആ പടച്ച റബ്ബ് സ്വീകരിക്കും. എന്താ പറ്റുമോ മോളെ? എന്നാൽ സൗദക്ക് ഉമ്മയുടെ സംസാരം കേട്ടപ്പോൾ ശരിക്കും എന്തൊക്കെയോ തോന്നി. ഉമ്മ അപ്പം ശരിക്കും അതെ, നല്ല രീതിയിൽ നിൻ്റെ മനസ്സൊക്കെ മാറി. ഇപ്പം നിൻ്റെ മനസ്സിലെന്താ എനിക്കറിയില്ല, എൻ്റെ മനസ്സിന് എന്തൊക്കെയോ ഒരു പൊറുതികേട്. ഇനി എൻ്റെ കുട്ടീനെ എൻ്റെ കയ്യിൽ കിട്ടിയാലും എനിക്ക് ആ കുഞ്ഞിനെ നോക്കാൻ കഴിയുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ആ കുട്ടിയെ തൊടണം പിടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് അതൊക്കെ എടുത്തേക്ക് വരുമ്പോൾ എന്തൊക്കെയോ ഒരു തോന്നൽ വരികയാണ്. എൻ്റെ മനസ്സിന് എന്താ എനിക്കറിയില്ല. എനിക്ക് ആകെപ്പാടെ സത്യം പറയാലോ, എൻ്റെ നവാസ്ക ശരി എൻ്റെ ഭർത്താവാണ്. ഞാൻ ഉമ്മയോട് എല്ലാം തുറന്ന് പറയാം. നവാസ്ക എൻ്റെ ഭർത്താവാണെങ്കിലും കൂടിയിട്ട് എനിക്ക് സ്നേഹം തോന്നുന്നത് ഷമ്മാസിനോടാണ്. എനിക്ക് തോന്നുന്നു ഷമ്മാസാണ് നവാസിനേക്കാൾ ഒന്നുകൂടെ നല്ലതെന്ന്. അവനാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. മോളെ, നിൻ്റെ ചിന്താഗതി തന്നെ ആദ്യം മാറ്റണം. നമ്മൾ അന്യപുരുഷന്മാരെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അത് ചിന്തിക്കുന്നത് തന്നെ തെറ്റാണ്. നീ അസ്തഗ്ഫിറുല്ലാഹ് അലീന്ന് പടച്ച റബ്ബിനോട് പറയും. ഇവിടെ നാളെ മുതൽ ഞാൻ പറഞ്ഞ രീതിയിൽ നീ ഒന്ന് തഹജ്ജുദ് നമസ്കരിച്ച് നോക്ക്. തീർച്ചയായും പടച്ച റബ്ബ് നിനക്ക് അതെല്ലാം റെഡിയാക്കി തരും. എന്താ മോളെ? അതെ ഉമ്മ, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ മനസ്സാകെ ഒരു ചുട്ട് നീർന്ന പോലുണ്ട് ശരീരം മുഴുവനും. എനിക്കിരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാൻ. എന്തെനിക്കറിയുന്നില്ല. എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിൽക്കാനും കഴിയണില്ല. എനിക്ക് പുത്തൻ വീട് തറവാട്ടൊക്കെ നിൽക്കും വേണം, പോരും വേണം. ഉസ്താദിൻ്റെ പ്രഭാഷണമൊക്കെ എനിക്ക് കേട്ട് എൻ്റെ മനസ്സിൽ കയറിയിരിക്കണേ. പക്ഷേ എനിക്കതൊന്നും ഉൾക്കൊള്ളാനും എനിക്ക് ചെയ്യാനും കഴിയണില്ല. ഹഫ്സ വിചാരിച്ച് പഠിച്ചോനെ, ഈ കുട്ടിക്ക് എന്തോ പറ്റിയതാവും റബ്ബേ. അഫ്സൂമ്മ, ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ. എൻ്റെ നവാസ്ഖാൻ എനിക്ക് ഭർത്താവ് എന്ന രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് കുഞ്ഞായിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല. ഞാൻ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്ന പോലെയാണ്. എനിക്കിപ്പോഴും തോന്നുകയാണ് ഷമ്മാസിനെ കാണുമ്പോൾ ഷമ്മാസ് എൻ്റെ അടുത്തേക്ക് വരും, എന്നെ അദ്ദേഹം കെട്ടിപ്പിടിക്കും, എന്നെ വാരിയെടുക്കും, എന്നെ സ്നേഹിക്കും, എന്നെ താലോലിക്കും എന്നൊക്കെ തോന്നുകയാണ്. അത് ഷമ്മാസാണ് എൻ്റെ സ്വന്തം എന്ന് തോന്നുകയാണ് എനിക്ക് സത്യമായിട്ടും. ശരിക്കും ഹഫ്സവുമ്മക്ക് തോന്നി, ഇല്ല ഇതിപ്പോൾ ഈ ഉപദേശം കൊണ്ടൊന്നും നിൽക്കൂല. മോളെ, നിനക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? അതെ, എനിക്ക് നിൽക്കാം. പുത്തൻ വീട് തറവാട്ടിലായാലും ഐഷുമ്മാനോടാണെങ്കിലും എനിക്ക് ശരിക്കും ഒരു നല്ല രീതിയിൽ സംസാരിക്കാനും ഒന്നിനും തോന്നാത്തൊരവസ്ഥ. എന്താ അറിയില്ല, എനിക്ക് വല്ലാത്തൊരു പ്രയാസം. സൗദിയുടെ മാനസികാവസ്ഥ ശരിക്കും അവർക്ക് ഹഫ്സക്ക് മനസ്സിലാകുന്നു. എന്നാൽ അന്ന് രാത്രി സൗദിയുടെ ഉപ്പയുടെ കാര്യങ്ങളെല്ലാം പറയുന്നു. മോൾക്ക് നല്ല താല്പര്യമൊക്കെ ഉണ്ട് നവാസിൻ്റെ ഭാര്യയായി കഴിയാനും കുഞ്ഞിനെ നോക്കാനൊക്കെ. പക്ഷെ അവളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നാണ് പറയണക്ക. എന്താ നീ ചെയ്യുക? എന്തെൻ്റെ മോൾക്ക് പറ്റിയത് അറിയില്ല. കാരണം ഓളെ പെറ്റ തള്ളക്കന്നെ ഇഷ്ടമില്ല ഓല് ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കണം അതൊന്നും. കാരണം ഓള സ്ഥിതിഗതികൾ അങ്ങനെയാണല്ലോ. അവളൊരിക്കലും എൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിച്ചിട്ടേ ഇല്ല. ആദ്യം മുതലേ അവൾ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ മക്കളൊക്കെ ഉണ്ടായത് എങ്ങനെയൊക്കെയോ ഉണ്ടായിപ്പോയതാണ്. അല്ലാതെ ഞങ്ങൾ ശരിയായിട്ട് നല്ല രീതിയിലുള്ളൊരു ദാമ്പത്യ ജീവിതം നയിച്ചിട്ട് തന്നെയല്ല. എന്നോടൊരു തീരെ സ്നേഹമില്ല. ഒരു അന്യരെ പോലെയാണ് എപ്പോഴും എന്നോട് പെരുമാറുന്നത്. അങ്ങനെയൊക്കെയാണ്. ഞാനിനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് വരെ ഞാൻ വിചാരിച്ചിരുന്നു. ഒടുവിൽ അവളത് ചെയ്തു. അതെ, അങ്ങനെയാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യുക? അത് അവളുടെ ചില ആളുകൾക്ക്, ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾക്കൊക്കെ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാവും. അതായത് മറ്റുള്ളവരും സുഖസുന്ദരമായി ജീവിക്കരുത് എന്നുള്ള ഓരോ മാനസികാവസ്ഥ. അവർക്കത് ഇഷ്ടമില്ല. ഒരാൾ നല്ല രീതിയിൽ ഭർത്താവില്ലാത്തൊരു സ്ത്രീ, ഒരു പെണ്ണാകുമ്പോൾ മറ്റൊരു ഫാമിലി നല്ല രീതിയിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിയുന്നത് കാണുമ്പോൾ അവർക്ക് എന്തെന്നില്ലാത്തൊരു ദേഷ്യം സ്വാഭാവികമായിട്ടും വരും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെ ആ ഒരു ഇതെന്തോ പറ്റിയതാണ് അവൾക്ക്, അല്ലാതെ വേറൊന്നുമില്ല. എന്നാൽ സൗദിയെ ഒന്ന് ചികിത്സിക്കണം എന്ന് ഭർത്താവിനോട് പറയുകയാണ്. അതെ ഇക്ക, നമുക്ക് അവളൊന്ന് ചികിത്സിച്ച് നോക്കിയാലോ. കാരണം ഒരു സമാധാനം സുഖമില്ലെങ്കിൽ ഇവിടെ ആകുമ്പോൾ അത്ര കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഉണ്ടാവുമല്ലോ ഭർത്താവിനോട് സ്നേഹത്തിൽ ഒരു പെരുമാറാൻ കഴിയുക, അല്ലെങ്കിൽ കുഞ്ഞിനോട് അങ്ങനെ. അതൊന്നുമില്ല. ഞാൻ ഇപ്പോൾ എന്താ ചെയ്യുക? ശരിക്കും ഹഫ്സയുടെ ആ ഒരു വാക്കുകൾ കേട്ട പിതാവിനും തോന്നി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എനിക്കറിയുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ചികിത്സക്കൊക്കെ ആണെങ്കിലും തന്നെ അതിനുള്ള പണവും കാര്യങ്ങളൊക്കെ
ഒരുപാടാവില്ല. എന്നിട്ട് തന്നെ ഇപ്പോൾ പുത്തൻ വീട് തറവാട്ടുകാർ തരുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. ഇക്ക അത് സാരമില്ല. ഇതാ എൻ്റെ കഴുത്തിൽ ഈ ഒരു മാല ഉണ്ടല്ലോ, ഈ ഒരു മാല വിറ്റിട്ടെങ്കിലും നമുക്ക് അവളെ സഹായിക്കാം. നീ എന്തേ പറയുന്നത്? എൻ്റെ കഴുത്തിലുള്ള ഈ നൂല് പോലുള്ള ഈ ഒരു മാല വിൽക്കാനോ? എന്താ നീ പറയുന്നത്? ഇത് വിറ്റിട്ട് ചികിത്സിക്കാന്നൊക്കെ പറയുമ്പോഴേ എന്താ, അല്ലാതെ പിന്നെ എന്താ ചെയ്യുക? അവൾ ജീവിക്കണം, എനിക്കതാണ് ആഗ്രഹം. നവാസിൻ്റെ കൂടെ അവൾ ജീവിച്ച് പോകണം, അവർക്ക് നല്ല ഹയറായ ദാമ്പത്യ ജീവിതം ഉണ്ടാകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാനും എനിക്ക് സമ്മതമാണ്, തയ്യാറാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇതാ എന്ന് പറഞ്ഞ് അവൾ അതാ ആ മാല ഊരി നൽകുന്നു. നീ എന്തേ പറയുന്നത്? ഇക്ക ഇത് പിടിക്ക്. കാരണം ഓളെ ഇനിയിപ്പോൾ വൈദ്യശാസ്ത്രമാണെങ്കിലും ഇനിയിപ്പോൾ വല്ല ആത്മീയ ചികിത്സയാണെങ്കിലും വേണ്ടില്ല, ഇത് വിറ്റിട്ടെങ്കിലും സൗദിയെ ചികിത്സിക്കണം. കാരണം അവളുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നാണ്. നമ്മൾക്കാണെങ്കിലും ഇങ്ങനത്തെ അവസ്ഥ. തൻ്റെ ഭാര്യ ഹഫ്സയുടെ ആ വാക്കുകൾ കേട്ട് ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹഫ്സ ഓൾക്കുണ്ടായിരുന്നൊരു പെറ്റ തള്ള കുഞ്ഞിക്കതിയ. ഒരിക്കൽ പോലും മക്കള് ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ചിന്ത തന്നെ അവൾക്കില്ലായിരുന്നു. അവളുടെ മനസ്സിനുള്ളിലുള്ള ചിന്തയൊക്കെ വേറെയായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നരകിക്കണം, അവൾക്ക് സുഖമായി കഴിയണം, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കരുത് എന്നുള്ള ചിന്താഗതിയാണ് അവൾക്കുണ്ടായിരുന്നത്. പക്ഷെ നീ അവളെ പെറ്റിട്ടില്ല. എന്നിട്ട് പോലും ഇക്ക അതൊന്നും നോക്കണ്ട, എന്തായാലും സൗദക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം. എന്തായാലും ഭർത്താവ് ഉണ്ടല്ലോ, അതേ ഒരു കുഞ്ഞുണ്ട്, അവരൊരുമിച്ച് കുടുംബജീവിതം ഉണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ സൗദ അതാ ഏകാന്തമായി അവിടെ അപ്പുറത്ത് പോയി നിൽക്കുന്നു. മോളെ സൗദ, ഹഫ്സ വിളിച്ചു. എന്താ മോളെ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് എന്തൊക്കെയോ തോന്നുകയാണ്. എന്ത് തോന്നുന്നത്? എനിക്ക് തോന്നുകയാണ് ജീവിക്കണ്ട എന്നൊക്കെ തോന്നുകയാണ്. ഞാൻ ആരോടൊക്കെ എന്തൊക്കെയോ ചെയ്തു, പുത്തൻ വീട് തറവാട്ടുകാരോടൊക്കെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. അതൊക്കെ എനിക്ക് എന്തൊക്കെയോ മനസ്സൊക്കെ പ്രയാസം തോന്നുകയാണ്. മോളെ സൗദ, നീ വിഷമിക്കല്ലേ മോളെ, അതൊന്നും സാരില്ല, അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ. നീ ഇങ്ങോട്ട് വന്നേ. ഹഫ്സ അവളെ കൂട്ടിക്കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നമ്മളിനിയിപ്പോൾ എന്താ ചെയ്യുക ഇവളുടെ ഒരു അവസ്ഥക്ക്? ഇക്ക ഞാൻ പറഞ്ഞിരുത്തില്ല, ഈ മാല നിങ്ങൾ വിറ്റോളി. ഈ മാല വിറ്റിട്ട് എന്ത് ചികിത്സയും അവൾക്ക് അതുകൊണ്ട് പറ്റണേ ചെയ്ത് കൊടുക്കി. പെട്ടെന്നാണ് ഉപ്പ അത് വിചാരിച്ചത്. അതെ, മുഹ്സിൻ തങ്ങൾ അദ്ദേഹത്തിനടുത്ത് പോകണോ? അത് വേണ്ട, കാരണം അത് മോശമാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, അത് വേണ്ട. ഇക്ക നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? എന്നാൽ ഞാൻ കൊണ്ടുപോയിക്കോളാം അവളെ. നിങ്ങൾക്ക് പോരാൻ മടിയാണെങ്കിൽ. അതല്ലടി, അത് നമ്മളെ നവാസിൻ്റെ കേസും ഇതൊക്കെ വാദിച്ച് അതിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്ത വക്കീലിൻ്റെയൊക്കെ ഗുരുനാഥനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി അങ്ങോട്ട് പോകുന്നതൊക്കെ ഇക്ക അതൊന്നും സാരമില്ല. എന്താ പ്രശ്നം എന്നറിയാലോ? കാരണം അവളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കളിക്കാൻ പറ്റൂരല്ലോ. നമുക്ക് നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാക്കി കൊടുക്കല്ലേ വേണ്ടത്. ഈ ഒരു അവസ്ഥയിൽ അവളൊരു ഭ്രാന്തിയായി പോയാൽ നമ്മൾ അതും സഹിക്കണ്ടേ? എന്താ ചെയ്യുക, ഭ്രാന്താശുപത്രിയിലൊക്കെ അല്ലേ കൊണ്ടുപോയിട്ടിരുന്നു. എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തതെന്നാവോ ആ പെമ്പർന്നൂള് എൻ്റെ കുട്ടീനെ ഇടങ്ങാറാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അതാ ഞാൻ പറഞ്ഞത്, മൂത്ത് കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല. കാരണം എത്രയും ആൾക്കാർ മാനസിക രോഗിയായി കഴിയുന്നുണ്ട്. അങ്ങനെ എത്ര അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എത്ര മരുന്ന് കൊടുത്താലും മാറൂല. അവൾ അവസ്ഥ എനിക്ക് ആലോചിച്ചുകൂടാ. നല്ല ജീവിതം അവൾക്ക് നമുക്ക് കൊടുക്കണം. പഴയ രീതിയിലേക്ക് അവളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഓള് നിരന്തരം ഡിപ്രഷനിലേക്ക് പോവുകയാണ്. പറഞ്ഞു കേട്ടോ എന്നോട്. എനിക്ക് കുട്ടീനെ കാണണം തോന്നും, പിന്നെ എനിക്ക് കുട്ടീനെ എന്തൊക്കെ കാട്ടാൻ തോന്നും, എനിക്ക് പിന്നെ കുട്ടി വേണ്ടാൻ തോന്നും. അങ്ങനെ അപ്പം തന്നെ മനസ്സിലായിക്കൂടെ? ഓളുടെ മനസ്സ് ക്ലിയർ അല്ലേ ഇക്ക? പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ അവള് ഞങ്ങളന്ന് അങ്ങനെ പുത്തൻ വീട് തറവാട്ടിക്ക് പോയി. എന്നാലും ആയുഷുമ്മാക്ക് എന്തോ ഒരു സ്വഭാവം എന്നോ. ഇക്ക ഞാൻ ഒരു കാര്യം പറയാം, നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അല്ലേ പറ്റില്ല കേട്ടോ. എന്നാൽ ഈ സമയം അതാ പുത്തൻ വീട് തറവാട്ടിൽ ഇപ്പോൾ സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടു കൂടിയും അതാ അവിടെ പോവുകയാണ്. എന്നാൽ ആയുഷ്മ പറഞ്ഞു, മക്കളെ സമാധാനം എന്ന് പറയാനായിട്ടൊന്നുമില്ല, ഇനിയുണ്ട്. കാരണം സൗദൻ്റെ കാര്യം റെഡിയാകണം. അതും കൂടെ ഉണ്ട് റെഡി ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാ നമുക്ക്
ഇവിടെ ഒന്ന് ഇൻഷാ അല്ലാ എല്ലാവർക്കും കൂടി തന്നെ ഉംറക്ക് പോകാം. അതായിരിക്കും നല്ലത്. ഉംറക്ക് പോക്കും പിന്നെ ഫൈസലിൻ്റെ നിക്കാഹും കൊണ്ട് കഴിഞ്ഞ് കിട്ടിയാലേ ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല. ഇതുവരെ എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അതിനൊക്കെ അൽഹംദുലില്ലാഹ് എന്നൊക്കെ കഴിച്ചില്ലായി. ഇനിയിപ്പോൾ സൗദൻ്റെ ആ ഒരു എന്തൊക്കെയോ ഒരു മാറ്റം ഓൾക്ക് വന്നിക്കണ്. അതൊന്ന് റെഡിയാക്കാണ്ട് ഇൻഷാ അല്ലാ. എന്നാൽ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു. ഉമ്മ എന്താ പറയുന്നത്? അല്ല മോനെ, എല്ലാം തയ്ക്കണം. ഇപ്പോൾ സൗദൻ്റെ കാര്യത്തിലൊരു ബേജാറുണ്ട് എന്നറിവുള്ള എടുക്ക ഏത് നിലക്ക് അവൾ പോണെന്നാവോ. ഉമ്മ എത്രയോ മെഡിസിൻസൊക്കെ കുത്തി കയറ്റിയതാണ്. അതായത് ഉമ്മയും ഓർമ്മശക്തി ഇല്ലാതിരിക്കാനും അങ്ങനെ ഇല്ലാതിരിക്കാനും എല്ലാം കൂടി കയറി അങ്ങോട്ട് അടിച്ച് കയറിയിട്ട് വല്ല ഞരമ്പിന് വല്ല ക്ഷതമേറ്റിട്ടുണ്ടാവും. അതാണ്. അല്ലാതെ ഷമ്മാസ് അത് പറഞ്ഞപ്പോൾ നവാസ് പറഞ്ഞു, അതെ അവരെ വിശ്വസിക്കാനൊന്നും പറ്റൂല. എന്താ ഞാനിങ്ങനെ കണ്ടിട്ടില്ല ഉമ്മ. സത്യമായിട്ട് എൻ്റെ പൊന്നുമ്മ എല്ലാം നിങ്ങളോട് ഞാൻ പറയണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ കുഞ്ഞിക്കതിയുടെ ഓർഡർ ആയിരുന്നു. എൻ്റെ പെറ്റ് തള്ളനോട് ഒരു കാര്യം പറയരുത് കേട്ടോ. ഞങ്ങൾക്ക് വീടെടുത്ത് തരുന്നതും പൈസ തരുന്നതൊന്നും ജയ്ഷുമാനോട് പറഞ്ഞു പോവരുതെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എന്നാൽ ഐഷും ഒന്നും മിണ്ടിയില്ല. കാരണം തൻ്റെ മോൻ തന്നോട് ചെയ്തതിനുള്ള ശിക്ഷ പഠിച്ചോനെ കൊടുത്തും ചെയ്തിക്കണ്. ആയിക്കോട്ടെ, അത് സാരമില്ല മോനെ, അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്താന്നോ, നിങ്ങൾ എന്തുണ്ടെങ്കിലും പെറ്റമ്മമാരോട് പറയണം. പറഞ്ഞാൽ എന്താ പോലെ ദുആ ഉണ്ടാവും. അല്ലെങ്കിൽ പോലെ അറിയില്ല ദുആ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും നമ്മളമ്മമാരും ഇപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴല്ലേ ഉള്ളൂ. പിന്നെ ഓല കാലം കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. ഞാനൊക്കെ ഇനി ഏറി എന്നാൽ 2-3 കൊല്ലം കൂടി എന്നാൽ അത് ഉറപ്പല്ലട്ടത്. ഇപ്പോൾ കഴിഞ്ഞാൽ ഇപ്പോൾ കഴിയും. ചെരുപ്പിൻ്റെ വാറ് പോലെ മരണം. പൊന്നാര മക്കളെ, നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഉണ്ട് ഉമ്മാനോട് പറഞ്ഞാൽ ഉമ്മ ദോർക്കും. എൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട്. അതല്ല പറയാൻ ഉദ്ദേശമില്ല എന്നുണ്ടെങ്കിൽ പറയും വേണ്ടട്ടാ. അമ്മ ഒരു ഇതും ഇല്ല. പക്ഷെ എൻ്റെ മക്കൾ ഇടങ്ങാറാരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മക്കൾ ഒരു കാലത്തും ഇടങ്ങാറാരുത്. എൻ്റെ മക്കൾ റാഹത്തോടു കൂടി കഴിയണം എന്നത് മാത്രമാണ് എൻ്റെ ചിന്ത, വേറൊന്നുമല്ല. ശരിക്കും ഐഷുമ്മയുടെ വാക്ക് കേട്ട് നവാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ, എൻ്റെ ഉമ്മയോട് ഞാൻ ചെയ്തൊരു ചതിയാണത്. അത്രയും വലിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും എൻ്റെ ഉമ്മാനോട് ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല. അത് ഞാൻ ചെയ്തത് തികച്ചും തെറ്റന്നെയാണ്. ആ കുഞ്ഞുകതിയുടെ വാക്ക് കേട്ട് ലാസ്റ്റ് ഞാൻ അവരെ പീഡിപ്പിച്ചവനായി. ആ തള്ളനെ ആലോചിക്കാൻ കൂടി കഴിയണില്ല. അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിയിട്ടും അവസാനം എൻ്റെ തലയിലിട്ടു. അതെ, നമ്മൾ പ്രസവിച്ച ഉമ്മാർ ഒരിക്കലും വേദനിപ്പിക്കരുത്. എൻ്റെ ഉമ്മാൻ്റെ കണ്ണീരായിരിക്കും ഒരു പക്ഷേ എനിക്ക്, എന്നാലും എൻ്റെ ഉമ്മ. എന്നാൽ നവാസ് നേരെ ഐഷുമ്മയുടെ അരികിലെത്തി ഉമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, ഉമ്മ ക്ഷമിക്കണം കേട്ടോ, ഞാൻ അറിയാതെ. എൻ്റെ പൊന്നും മോനെ, ഉമ്മാക്ക് എന്താ ഒന്നുമില്ല. ഞാൻ പറയേ, നിങ്ങളെന്താ ചെയ്യണേ? ഉമ്മാനോടൊരു വാക്ക് പറഞ്ഞാൽ ദുആ ഉണ്ടാവും എന്ന് പറഞ്ഞതാണ്. അല്ലെങ്കിൽ എന്തായിത്തീരും? ഇങ്ങനെയൊക്കെ ആയിത്തീർന്നാലേ റബ്ബേ അല്ലാ. എന്നാലും എൻ്റെ കുട്ടീനെ പഠിച്ചോൻ കാത്ത്. പൂതിക്ക് കുറച്ച് കിടന്നും ചെയ്തില്ലേ. എന്നിട്ട് ദുബായിലാണ്, ബോംബെയിലാണ്, ബിസിനസ് പോയതാണ്, എന്താ വിളിച്ചാൻ കിട്ടൂല, എന്തൊക്കെയാണ് അതിൻ്റെ കൂടെ പറഞ്ഞ കൂട്ടിണ്ടതോ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ അപ്പോഴത്തെ സിറ്റുവേഷൻ അത് അങ്ങനെയായിരുന്നു. ആ സമയത്ത് പിന്നെ ഉമ്മാനോട് പറഞ്ഞപ്പോൾ ഉമ്മ ശരിക്കും ഞെട്ടിയും ചെയ്തില്ലേ. ഉമ്മ ഹോസ്പിറ്റലിലൊക്കെ ആയില്ലേ. പൊന്നാര മക്കളെ, എൻ്റെ മക്കൾ മരിച്ചോളം ഒരു കെണിയിൽ നിങ്ങൾ പെടരുത്. നിങ്ങൾ നല്ല മട്ടത്തിൽ നേരായ മാർഗത്തിൽ ജീവിക്കുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, വേറൊന്നുമല്ല. അതായി കഴിഞ്ഞാൽ കഴിച്ചില്ലായി പൊന്നാര മക്കളെ. ഷാമോനെ. ഉമ്മ, അല്ല ഞാൻ ഇന്ന് പള്ളിക്കൊക്കെ എന്താ കൊണ്ടുപോയി കൊടുക്കണേ? മൗലൂദ് ഉണ്ടാവുമല്ലോ അല്ലേ മഗ്‌രിബിക്ക്? ഉമ്മ ഉണ്ടാവും. ഇനിയിപ്പോൾ ഏതായാലും 30 ദിവസം നമ്മളെ വകന്നെ ആയിക്കോട്ടെ. അത് എന്താ വെച്ചാലേ എപ്പോഴും മഗ്‌രിബിൻ്റെ ശേഷമാണോ മൗലൂദ്, ഇഷാൻ്റെ ശേഷം എന്താണെന്നാവല്ലേ ഉമ്മ? ചിലപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷം തന്നെ ആയിരിക്കും. എന്നാൽ എന്താ ഫുഡും കാര്യങ്ങളും ഉസ്താദിനോട് വിളിച്ച് ചോദിച്ചാ? ഉമ്മ കയറി വരുമ്പോൾ ഒരു പായസം ഫസ്റ്റ് കൊടുക്കുക, പിന്നെ നമുക്ക് റൈസ് കൊടുക്കായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ മന്തിയോ അതേ ബിരിയാണിയോ അത് പാർസലാക്കിയിട്ട് അങ്ങനെ ആയിരിക്കും നല്ലത്. അവർ വീട്ടിൽ നിന്ന് കഴിച്ചോട്ടെ. കാരണം നല്ല പ്രതീക്ഷയോടെ എല്ലാവരും വരുമ്പോൾ ഒരു പായസം നമുക്ക് കൊടുക്കാം. ഓക്കെ, പായസം കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം പോകുമ്പോൾ എന്താ വെച്ചാൽ ഫുഡ് അങ്ങനെ കൊടുക്കാം. ഒന്നുകിൽ മറ്റേ ബ്രോസ്റ്റും ഹുബൂസും അങ്ങനത്തെ ഒരു കിറ്റ് പോലെ അങ്ങനെ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മന്തിയോ അല്ലെങ്കിൽ ബിരിയാണിയോ എന്തെങ്കിലുമൊക്കെ, നെയ്ച്ചോറും ബീഫ് അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കൻ പീസും അങ്ങനെ കിറ്റായിട്ട് ഇങ്ങനെ ബോക്സ് ആക്കിയിട്ട് അങ്ങനെ കൊടുക്കായിരിക്കും നല്ലത്. എന്താ ഉമ്മാൻ്റെ അഭിപ്രായം? പൊന്നാര മക്കളെ, എല്ലാവർക്കും പള്ള നിറയണം, അതേ ഉള്ളൂ.
പിന്നെ പറ്റ നേരം പകടിന് മുമ്പ് എൻ്റെ കുട്ടികൾ പള്ളിക്കൊക്കെ പൊയ്ക്കോളിട്ടോ. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ കുട്ടികൾ അങ്ങനെ പോയി ശീലാതാണ്. അങ്ങനെ പൊയ്ക്കോളി. പിന്നെ ഉസ്താദിനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാളൊന്ന് പള്ളിക്കൽ മൗലൂദ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും വരാനൊക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് എത്തിക്കോളും. പിന്നെ നമ്മളെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ മദ്ഹ് ചെല്ലല്ലേ, അതിന് നമുക്ക് സന്തോഷിക്കല് വേണ്ടിയത്. അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ നല്ല മട്ടത്തിന് കൊടുക്കണം. പഠിച്ചോനെ, ഈ പുണ്യ റബീഉൽ അവ്വലിൻ്റെ അക്ജ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലത്തെ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊണ്ട് അള്ളാഹ്, നിൻ്റെ പരിശുദ്ധ ഹബീബിൻ്റെ മദ്ഹ് ചൊല്ലുന്നതിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ആസിലാക്കി കൊണ്ട് റഹ്മാനെ, ആമീൻ. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഞാൻ ഉസ്താദിനോടൊന്ന് വിളിച്ചു പറയട്ടെ എന്നാൽ. അപ്പോൾ തന്നെ അതാ ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ, ഷാമോനെ പറ. പിന്നെ മഗ്‌രിബിൻ്റെ ശേഷമാണോ അതോ മൗലിദ് എങ്ങനെ? മഗ്‌രിബിൻ്റെ ശേഷം ആക്കാമെന്നാണ് ഇവിടുത്തെ കാരണവരൊക്കെ പറയുന്നത്. കാരണം ഇനിയിപ്പോൾ 30 ദിവസം നമുക്ക് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ കേട്ടോ. ആണോ? മാഷാ അല്ലാ. അതെ, ഫസ്റ്റ് വരുമ്പോൾ ഒരു പായസം അത് നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്യാം. എത്തിച്ചോളും. കാറ്ററിങ്ങിൻ്റെ ആൾക്കാരോട് പറഞ്ഞ ടൈമിന് എത്തിച്ചോളും. പിന്നെ ഫുഡും കാര്യങ്ങളും അത് മൗലിദ് ചൊല്ലി കഴിയുമ്പോഴേക്കും അതും സെറ്റാക്കാം. അല്ല, ഇന്നെന്താ ഷാമോനെ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്? ഇന്ന് എന്നാലും ഉമ്മ എന്താണ് വേണ്ടത്? ഇന്നും മോനെ എന്നാൽ നല്ല നല്ല ബിരിയാണി ആയിക്കോട്ടെ. ഫസ്റ്റ് ദിവസം തന്നെ ബിരിയാണി ആയിക്കോട്ടെ കേട്ടാ. നല്ല ചിക്കൻ ബിരിയാണിയോ ഇനി ബീഫ് ബിരിയാണി എന്താ വെച്ചാൽ. ഉമ്മ ചിക്കൻ മതി. ആയിക്കോട്ടെ, എന്നാൽ അന്ന് നല്ല ചിക്കൻ ബിരിയാണി കൊടുക്കുക. നാളെ എന്നാൽ മന്തി കൊടുക്കുക അല്ലേ, അതായിരിക്കും നല്ലത്. പിന്നെ മൗലൂദിന് വരുന്ന കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു കയ്യിലൊരു പൂതിക്ക് ചില്ലാനം കൊടുക്കണ്ടേ മോനെ? എന്നാൽ ഷമ്മാസ് ചിരിച്ചു. എൻ്റെ ഉമ്മാൻ്റെ പൂതി. ഉമ്മ മക്കൾക്ക് ക്യാഷ് ഇപ്പോൾ തന്നെ കൊടുക്കണോ? അതിനെന്താ കുഞ്ഞേ? അല്ലമ്മ, അത് 12-ന് ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും കൊടുത്താൽ പോരെ? എങ്ങനെയാണ് അവർ കുട്ടികളെ കയ്യിലൊരു 500 അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക ഒരു സന്തോഷത്തിന്. മോനെ എനിക്കൊരു പൊറുതേട് അല്ലേ, ഇന്ന് പള്ളിക്കൊക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ എന്തോ ഒരു സന്തോഷക്കാരം. കാരണം മൗലൂദ് ചെല്ലുക, അതിനുള്ള ചീരിന് കിട്ടുക എന്നൊക്കെ പറയുമ്പോഴേ ഉമ്മ എന്നാലും അത്യാവശ്യം ഉണ്ടല്ലോ. അതെ, അവർക്ക് ഫസ്റ്റ് വരുമ്പോൾ പായസം കൊടുക്കുന്നുണ്ട്, പിന്നെ മന്തി അല്ലെങ്കിൽ ബിരിയാണി കൊടുക്കുന്നുണ്ട്. സന്തോഷം തന്നെയല്ലേ? ആയിക്കോട്ടെ, എന്നാൽ എന്താ വെച്ചാൽ ആയിക്കോട്ടെ. ഒരു കുറവും വരുത്തരുത് കേട്ടാ. പിന്നെ പ്രത്യേകിച്ച് ഇപ്പാൻ്റെ കാര്യം ഒന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടാ. നമ്മളപ്പോൾ പള്ളിക്കാട്ടിൽ കെടുക്കുകയാണ്. നമ്മളെന്തെങ്കിലും ചെയ്തെങ്കിൽ അതിന് കിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ഒന്ന് പറയണം. പിന്നെ മരിച്ചു പോയ മാതാപിതാക്കൾക്കും നമ്മളെ വല്യപ്പാക്കും വല്യമ്മാക്കും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും നമ്മളെ അയൽവാസികൾക്കും ഒക്കെ കൂട്ടുകുടുംബങ്ങളൊക്കെ ആരൊക്കെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്കൊക്കെ പടച്ച റബ്ബ് അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ. ആമീൻ. ആ നെയ്യത്ത് മോന് വെക്കണം കേട്ടോ. ആർക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും ആയിക്കോട്ടമ്മ. എന്നാൽ ഈ സമയം ഷമ്മാസും നവാസും അതാ പള്ളിയിലേക്ക് പോകുന്നു. കാരണം ഐഷുമ്മ പെട്ടെന്ന് പറഞ്ഞയച്ചു. കാരണം മൗലിദിന് വരുന്നവർക്കൊക്കെയുള്ള പായസം വിതരണവും കാര്യങ്ങളും ഒക്കെ ആൾ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഷമ്മാസ് കാറ്ററിങ്ങിൻ്റെ ആളുകളോട് എല്ലാം വിളിച്ച് ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അതാ നേരം മഗ്‌രിബോട് അടുത്തു. അങ്ങനെ അത് പള്ളിയിൽ നിന്ന് മനോഹരമായ ആ ഒരു ബാങ്കുലി കേട്ടു. ഐഷുമ്മ പെട്ടെന്ന് നമസ്കരിക്കാൻ പോയി. നമസ്കാരവും ഖുർആൻ പാരായണവും കഴിഞ്ഞു. നുസൈബയെ വിളിച്ചു. നുസിയേ ഉമ്മ എന്നാൽ തുടങ്ങല്ലോ കുഞ്ഞേ. വരി, ഞമ്മക്കും ഇവിടെ നിന്ന് മൗലൂദല്ലാലോ. അപ്പോഴേക്കും അത് സമീറയും അങ്ങോട്ട് വന്നു. റാഹിലയും അതുപോലെ തന്നെ നമ്മുടെ മിസിരിയും വന്നു. അതെ, എല്ലാവരും ഒരുമിച്ച് മൗലിദ് പാരായണം തുടങ്ങി. നുസൈബയാണ് നേതൃത്വം നൽകിയത്. എന്നാൽ ഐഷമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. റഹ്മാനെ അള്ളാഹുവേ, പഠിച്ചവനെ സൗദനും കൂടി നല്ല മട്ടത്തേക്ക് കൊണ്ടുവരണം. ഏതായാലും ഫസീൽ ഇനി പോയാൻ വെക്കഞ്ഞി പോളപ്പോൾ വിളിച്ചണില്ല. കാരണം ഓൾക്ക് ഇനിയിപ്പോൾ ശരീരം കൊണ്ടൊന്നും വെയ്യല്ലോ. അതുകൊണ്ട് റഹ്മാനെ പഠിച്ചവനെ, ഈ പരിശുദ്ധമായ മൗലിദ് മാസത്തിൻ്റെ അക്കിജ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ അള്ളാഹുവേ, എൻ്റെ മക്കളൊക്കെ സ്വാലിഹായ മക്കളാക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ, ആമീൻ. എന്നാൽ അതാ നുസൈബ മൗലിദ് പാരായണം തുടങ്ങി. എല്ലാവരും ഏറ്റുപറഞ്ഞു. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലാവാത്തുല്ലാ അലൈക്കും. അതെ, പള്ളിയിലും നമ്മുടെ ഉസ്താദ് നേതൃത്വം നൽകുന്നുണ്ട് മൗലിദ് പാരായണത്തിന്. വീട്ടിൽ നമ്മുടെ നുസൈബിയാണ് സ്ത്രീകൾക്ക് കൂടെ ഇരുന്ന്
നേതൃത്വം നൽകുന്നത്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.